രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വെല്ലുവിളിയുമായിട്ട് വന്ന എം.എ. ഷഹനാസിനെ കോഴിക്കോട് സാംസ്കാരിക സാഹിതി ജില്ലാ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വളരെ സന്തോഷം തോന്നിയൊരു വാർത്തയാണ്. ഇവരെ ഈ ഗ്രൂപ്പിൽ നിന്നല്ല, ഇവരെ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് തന്നെ, കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിന്ന് തന്നെ പുറത്താക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇവരെ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്താക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഒന്ന് ലൈക്ക് ചെയ്യണം. എത്ര ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കൊന്ന് നോക്കാനാണ്. ഇത്രയും കോൺഗ്രസിനെ ഇത്രയും കരിവാരി തേക്കുന്ന രീതിയിൽ ഇത്രയും മ്ലേച്ഛമായിട്ട് പബ്ലിക്കിൽ വന്നൊരു വാർത്താ സമ്മേളനം വിളിച്ചിരുത്തിയിട്ട് കോൺഗ്രസ് പ്രസ്ഥാനത്തെ ആക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിച്ച ഇവരെ ഉറപ്പായിട്ടും കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്താക്കിയാണ് വേണ്ടുന്നത്, അല്ലേ? ആ ഒരു പ്രസ്ഥാനത്തിൽ ഇരുന്നിട്ട് ചാരപ്പണിയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. ആ പ്രസ്ഥാനത്തിൻ്റെ തകർച്ചയാണ്. ആ പ്രസ്ഥാനത്തിൽ ആരൊക്കെയാണ് നട്ടലുള്ള നേതാക്കൾ, നട്ടലോടുകൂടി ചങ്കുറ്റത്തോടുകൂടി ആ പ്രസ്ഥാനത്തിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കേപ്പബിൾ ആയിട്ടുള്ള നേതാക്കന്മാർ ആരാണോ അവരെ തകർത്ത് കളയുക, ഈ പ്രസ്ഥാനത്തിൽ ഇരുന്നിട്ട് അവരെ തകർത്ത് കളയുക എന്നൊരു ലക്ഷ്യം മാത്രമാണ് ഈ ഷഹനാസിൻ്റെ തലയിലുള്ളത്, അല്ലാതെ വേറൊന്നുമല്ല. ചാരപ്പണി തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാനേ ഉള്ളൂ. ഇപ്പം കോൺഗ്രസ്സിലിരിക്കുന്ന ഇവർ നോക്കുമ്പോൾ എന്താണെന്നറിയോ, കോൺഗ്രസ്സിലിരിക്കുന്ന ബാക്കിയെല്ലാം കിളവന്മാരെല്ലാം കണക്ക് തന്നെ, ഒരു കഴിവില്ലാത്ത ആളുകളാണ്. അപ്പം അവരൊക്കെ അവിടെ ഇരുന്നോട്ടെ, കാരണം അവരെ മെക്കിട്ട് കയറാൻ അവരെ പിടിച്ച് വെളിയിൽ കളഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് ഷഹനാസിന് അറിയാം. അപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയും അതുപോലെ ഷാഫി പറമ്പിലിനെ പോലെയുള്ള ആളുകളെയൊക്കെ പുറത്ത് ചാടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രസ്ഥാനത്തെ ചവിട്ടി താഴെ ഇടാനെ കൊണ്ട് എളുപ്പമാണെന്ന് ഷഹനാസിനോട് ആരൊക്കെയോ ബുദ്ധി പറഞ്ഞു കൊടുത്തു. ആരാണെന്നൊന്നും ഞാൻ പറയണ്ടല്ലോ. ഷഹനാസുമായിട്ട് ഭരണപക്ഷത്തിരിക്കുന്ന നല്ല വ്യക്തിപരമായിട്ട് നല്ല ബന്ധമുള്ള ടീമുകളൊക്കെ ആരാന്നറിയാലോ. പാലക്കാട് നിന്ന് രാഹുലിൻ്റെ കൂടെ നിന്നിട്ട് തൂറിത്തോറ്റ വ്യക്തികൾ ആരാന്നറിയാലോ. അപ്പോൾ അവരൊക്കെയാണ് ഈ ബുദ്ധികളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിന് നല്ല രീതിയിൽ അരിയാനം കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ പാലക്കാടിൻ്റെ മണ്ണിലേക്ക് ശക്തനായിട്ട് തിരിച്ചു വരണം, ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ച് വരണമെന്നൊക്കെയാണ് ആഗ്രഹിക്കുന്ന ആളുകൾ ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്ത്, അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ നിങ്ങൾ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോണം. രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ ഇനി ചർച്ച ചെയ്യാൻ കിടക്കുവാണ്. ഓക്കെ, ഇനി ഞാനിവിടെ ഷഹനാസിൻ്റെ ഒരു വീഡിയോ വയ്ക്കാം. രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട് പ്രസ് മീറ്റിനകത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നിങ്ങളതൊന്ന് കേട്ടു നോക്കിയേ. കോൺഗ്രസിനകത്തുള്ള ഒരാൾക്ക് പരാതി നൽകുമ്പോൾ ആ പരാതി നൽകുന്ന സ്ത്രീ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു എന്ന് വ്യക്തമായ ധാരണയുള്ള ഒരാളാണ് ഞാൻ. എന്നെ കോഴിക്കോട് DCC ഓഫീസിൽ വിളിച്ചിട്ട് ഞാൻ കൊടുത്ത പരാതിയുള്ള VR സുധീഷിന്റെ പരാതി പിൻവലിച്ചാൽ നീ DCC സെക്രട്ടറി ആണെന്ന് പറഞ്ഞ അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ ഉണ്ട്, DCC പ്രസിഡന്റ് കോഴിക്കോട്. അതിനുശേഷം ഷഹനാസ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗമായിരുന്ന ഷഹനാസിനെ എവിടെയും അടുപ്പിക്കാറില്ല. പരാതി നൽകുന്ന സ്ത്രീകളെ അത് രാഷ്ട്രീയമാവട്ടെ, സിനിമയാവട്ടെ, സാഹിത്യമാവട്ടെ എല്ലായിടങ്ങളിലും മാറ്റി നിർത്തുന്നതേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി ഏറ്റവും കോൺഗ്രസിനകത്ത് കോൺഗ്രസിനെ നയിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസിന്റെ അസറ്റാണ് എന്ന് വാദിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾക്കിടയിൽ ഈ കോഴിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം അയച്ച ഒരു മെസ്സേജിന്, അങ്ങനെ മെസ്സേജ് അയച്ചതിനെതിരെ അതും കൊണ്ട് പ്രതികരിക്കുന്ന സ്ക്രീൻഷോട്ട് ഇട്ട് പ്രതികരിക്കുന്ന ഒരു വ്യക്തിയല്ല ഷഹനാസ്. അവർ പറയുന്നത് ഏതൊക്കെ കോഴികളെ ഏതൊക്കെ ലെവലിൽ നിർത്തണമെന്ന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന കോഴീനെ നിർത്തേണ്ടടുത്ത് നിർത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഷഹനാസ്. കേട്ടല്ലോ, ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ആദ്യം ഈ ഷഹനാസിനെ പ്രസ്ഥാനത്തിൽ നിന്ന് എടുത്ത് പുറത്ത് കളയണം, അതാണ് വേണ്ടത്. കാരണം സ്വന്തം പ്രസ്ഥാനത്തിൽ ഇരുന്നിട്ടാണ് ഈ വക തൊട്ടിത്തരങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നത്, അല്ലേ? ഇവിടെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിക്ക് ഇപ്പോൾ ഇവിടെ ഷഹനാസിനെ ഈ ഗ്രൂപ്പിൽ നിന്ന് തന്നെ പുറത്താക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു വിഷയത്തിൽ ഷാഫി പറമ്പിലിനോട് പരാതി പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഷാഫി പറമ്പിൽ അതിനെതിരെ യാതൊരു നടപടി എടുത്തിട്ടില്ല. അപ്പം ഷാഫി പറമ്പിലിനോട് പരാതി പറഞ്ഞ സ്ഥിതിക്ക് അപ്പോൾ അതിനെതിരെ നടപടി എടുത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ വാർത്താ ചാനലുകളിലൊക്കെ വന്നിരുന്നിട്ട് ഭയങ്കര രീതിയിൽ അടിച്ച് തള്ളി വിടുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തെ തകർക്കുക, നാണം കെടുത്തുക, ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിലുള്ള ആളുകളെ ആരോപണങ്ങൾ ഉന്നയിച്ച് മാറ്റി നിർത്തുക, ഇലക്ഷൻ സമയത്ത് മാറ്റി നിർത്തുക, അതാണ് മെയിനായിട്ടുള്ള ലക്ഷ്യം. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കീ കൊടുത്തിട്ട് കുറേ ആളുകൾ ഇറക്കി വിട്ടേക്കുന്നതാണ് ഈ ഷഹനാസിനെ പോലത്തുള്ള ആളുകളെ. അപ്പം ഇവർ നോക്കിക്കോണം. ഇപ്പോൾ ഇവിടെ ഷാഫി പറമ്പിലാണോ കോടതി, ഷാഫി പറമ്പിലാണോ പോലീസ്, ഷാഫി പറമ്പിലാണോ വക്കീല്? എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് പാർട്ടിയിൽ അറിയിക്കുക, പാർട്ടിയിൽ പരാതി കൊടുക്കുക, KPCCയിൽ അറിയിക്കുക. അല്ലെങ്കിൽ അതിന് പാർട്ടി ഒരു നടപടി എടുക്കുന്നില്ലെങ്കിൽ അത് പോലീസിൽ പരാതി പറയുക, തെളിവ് സഹിതം കാണിക്കുക. രാഹുൽ മാങ്കൂട്ടം പറഞ്ഞല്ലോ, തെളിവ് സഹിതം. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തെളിവ് സഹിതം കാണിക്കണം എന്നാണ് പറഞ്ഞത്. ധൈര്യമായിട്ട് ചാറ്റ് പുറത്തു വിടാനൊക്കെ പറഞ്ഞല്ലോ രാഹുൽ മാങ്കൂട്ടം. എന്തുകൊണ്ട് പറയുന്നില്ല? ഞാൻ രാഹുലിൻ്റെ വീട്ടിൽ പോയി
അവിടെ ചെന്ന് കാണിക്കാം എന്നൊക്കെയാണ് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടം പറഞ്ഞല്ലോ, തെളിവ് സഹിതം പബ്ലിക്കിൽ പുറത്തു വിടാനാണ് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് പുറത്തു വിടുന്നില്ല? അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലെന്ന് അതിലൂടെ തന്നെ മനസ്സിലാക്കാം. രാഹുൽ മാങ്കൂട്ടത്തിനെ കുരുക്കാനെ കൊണ്ടാണ് ഇതൊക്കെ ഒപ്പിച്ച് വെച്ചതെന്ന് മനസ്സിലായി. ഇപ്പോൾ അതിനെല്ലാം തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഷഹനാസ് എന്ന് പറയുന്ന വ്യക്തി ആരാണ്? ഷഹനാസിൻ്റെ കയ്യിലിരിക്കുന്ന IAS-ൻ്റെ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ ആണോന്നും ഇപ്പം ഈ പാസ്പോർട്ടിനകത്തുള്ള പേരും അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസിനകത്തുള്ള വ്യക്തി ആരാണെന്നൊക്കെ ഇപ്പോൾ എല്ലാം വെളിയിൽ വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ആൾമാറാട്ടത്തിനാണ് പരാതി പോയിരിക്കുന്നത്. നിയാസ് എന്ന് പറഞ്ഞൊരു വ്യക്തി ഫേസ്ബുക്കിനകത്ത് ഇരുന്ന് പോസ്റ്റുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനേ ഉള്ളൂ. പുള്ളി ഇതെല്ലാം വെളിയിൽ കൊണ്ടുവരുവാണ്. ഷഹനാസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വെളിയിലോട്ട് കൊണ്ടിട്ട് ഇപ്പം അവസാനം കള്ളപ്പണത്തിൽ വരെ എത്തി നിൽക്കുവാണ് ഷഹനാസിൻ്റെ ഉടായിപ്പുകൾ. പുള്ളിക്കാരി കൂടെ ദുബായിലോട്ട് പോകുന്നുണ്ട്. അവിടുന്ന് കള്ളപ്പണം വെളുപ്പിച്ച് വരാനുള്ള പരിപാടിയൊക്കെയാണെന്നാണ് ഇപ്പം പറയാം. അപ്പോൾ അതൊക്കെ അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട് ഇപ്പം നിയാസ് എന്ന് പറയുന്ന വ്യക്തിയും വേറൊരാളും കൂടെ പരാതി കൊടുത്തിട്ടുണ്ട് പോലീസിന്. DGPക്കൊക്കെയാണ് പരാതി കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പം ഈ ഷഹനാസിനെ പോലെയുള്ള വ്യക്തികൾ ഈ പറഞ്ഞിട്ടുള്ള കോൺഗ്രസ് പ്രസ്ഥാനത്തിലിരിക്കുന്ന നട്ടലുള്ള വളർന്നു വരുന്ന യുവ നേതാക്കളെ തകർക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ചേക്കുന്നതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം. അപ്പോൾ ഈ ഷാഫി പറമ്പിലിന് പരാതി കൊടുക്കുന്നു, ഷാഫി പറമ്പിൽ അതിനെതിരെ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഷാഫി പറമ്പിലിനെ വെച്ചിട്ട് കയറുന്നു. അവസാനം ഇത് ഭയങ്കര വിഷയമാക്കിയിട്ട് ആരോപണം ഉന്നയിച്ചിട്ട് പാർട്ടി ഷാഫി പറമ്പിലിനെ കൂടെ മാറ്റി നിർത്തണം, അതാണ് വേണ്ടത്. പക്ഷേ ഇതൊന്നും ഷാഫി പറമ്പിലിൻ്റെ രോമത്തിൽ പോലും ഏറ്റില്ല. അപ്പോൾ അടുത്തത് രാഹുൽ മാങ്കൂട്ടം വഴി ഷാഫിയിലേക്ക് കയറാനാണ് നോക്കിയത്. കണ്ടില്ലേ? ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഈ വിഷയം ഈ ഫ്ലാറ്റ് മേടിച്ചു കൊടുക്കുന്നു, അത് മേടിച്ചു കൊടുക്കുന്നു, ഇത് മേടിച്ചു കൊടുക്കുന്നു എന്നെല്ലാം പരാതിക്കാരി രംഗത്ത് നിന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിനൊക്കെ ശേഷം ഈ ഫ്ലാറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു അന്വേഷണം പോയ സമയത്ത് അന്ന് നമ്മൾ കണ്ടതാണ് BJPയുടെ നേതാവ് പ്രവർത്തകൻ ചാനലിനകത്ത് വന്നിരുന്ന് വിളിച്ചു പറഞ്ഞത് നമ്മളെല്ലാവരും കണ്ടതാണ്. ഈ ഫ്ലാറ്റ് അത് ഇപ്പം നമ്മൾ ഇല്ല വളഞ്ഞു മുക്കി പിടിക്കുമെന്ന് പറയുമല്ലോ, അതുപോലെ അത് ഷാഫി പറമ്പിലിൻ്റെ പേരിടാതെ ഷാഫി പറമ്പിലേക്ക് തന്നെ അത് കൊണ്ടെത്തിച്ചു കൊടുക്കുകയാണ്. കാരണം ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഇട്ട് കൊടുത്തിട്ട് ഇപ്പം ഭരണപക്ഷത്തിരിക്കുന്ന ആളുകൾക്കാണെങ്കിലും ഇപ്പം മറ്റുള്ള പാർട്ടിക്കാർക്കാണെങ്കിലും അത് ചർച്ച ചെയ്യാൻ അത് ഇന്നാളാണ് അതിൻ്റെ പുറവിൽ, അല്ലെങ്കിൽ ഇന്നാളും കൂടെ അതിനകത്ത് ഒരു കോണ്ടാക്റ്റ് ഉണ്ട് എന്ന് ധരിപ്പിക്കുന്ന രീതിയിലുള്ള പരിപാടികളൊക്കെയാണ് ഇവിടെ ഈ ഷഹനാസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഷാഫി പറമ്പിലിൻ്റെ പേരും കൂടെ അത് ഷാഫി പറമ്പിലിൻ്റെ ഫ്ലാറ്റാണെന്ന് വരെ അന്ന് പറഞ്ഞ് ഉണ്ടാക്കിയ ആളുകളുണ്ട്. അപ്പം ഈ രാഹുൽ മാങ്കൂട്ടം വഴി ഷാഫി പറമ്പിലേക്ക് എത്തുക എന്നുള്ളൊരു ലക്ഷ്യവും കൂടെ ഉണ്ടായിരുന്നു. അപ്പം അതൊന്നും നടക്കാതെ വന്നപ്പോഴത്തേക്ക് അവസാനം വാർത്താ സമ്മേളനം വിളിച്ചിരുത്തി ഷാഫിയുടെ പേരും കൂടെ ഷാഫിക്ക് പരാതി കൊടുത്തു. എന്നിട്ട് ഷാഫി നടപടി എടുത്തില്ല, അങ്ങനെ എന്നിട്ട് ഷാഫിയുടെ പേരിൽ നടപടി എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ബഹളങ്ങളും ഈ കോലാഹലങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയത്. പക്ഷെ അതൊന്നും എവിടെയും എത്തിയില്ലെന്ന് വേണമെങ്കിൽ പറയാം. ഇതൊക്കെ അരിയാരം കഴിക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പം ഈ സ്വന്തം പ്രസ്ഥാനത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ ആ പ്രസ്ഥാനത്തെ ചവിട്ടി താഴ്ക്കാൻ ഈ പറഞ്ഞിട്ടുള്ള മറ്റുള്ള പാർട്ടിയിലെ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ നേട്ടത്തിന് വേണ്ടിയിട്ട്, ഭരണപക്ഷത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ നേട്ടത്തിന് വേണ്ടിയിട്ട്, ഒന്നോ രണ്ടോ വ്യക്തിയുടെ നേട്ടത്തിന് വേണ്ടിയിട്ട് ഈ സ്വന്തം പ്രസ്ഥാനത്തിലെ വളർന്നു വരുന്ന നേതാക്കളെ ചവിട്ടി താഴ്ക്കാൻ ശ്രമിക്കുന്ന ഈ ഷഹനാസിനെ പോലെയുള്ള ആളുകളെ പാർട്ടിയിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഉറപ്പായിട്ട് പുറത്താക്കണം. പക്ഷെ അപ്പോഴും ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയൊക്കെ ആയിട്ടും എന്തുകൊണ്ട് ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിലിരിക്കുന്ന നമ്മൾ ഈ വിഷം എന്നൊക്കെ പറയുമല്ലോ, ഈ വിഷത്തിനെ പുറത്താക്കാതിരിക്കുന്ന ഈ കോൺഗ്രസ്സിലുള്ള മുതിർന്ന നേതാക്കൾ ഇതൊക്കെ കണ്ടില്ലെന്ന് നടിച്ച് വിടുന്നു എന്നും കൂടെ നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അവിടെ നമുക്കൊരു സംശയം തോന്നുന്നുണ്ട്, ഇവരും കൂടെ ആണോ ഇനി ഇതിൻ്റെ പിന്നിൽ എന്ന് സംശയം തോന്നാതിരിക്കത്തില്ല. അത് തന്നെയാണ്. അല്ലെങ്കിൽ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല? ഫെനീന ആനാൻ്റെ പേരിലും അതുപോലെ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പേരിലൊക്കെ പെട്ടെന്ന് തന്നെ നടപടിയെടുത്ത് അന്വേഷണം ആരംഭിച്ച ഈ പ്രസ്ഥാനം എന്തുകൊണ്ട് ഷഹനാസിൻ്റെ പേരിൽ ഒരു നടപടി എടുക്കുന്നില്ല? അതിൻ്റെ അഹങ്കാരം ഷഹനാസിനുണ്ട്. കാരണം ഓരോ തവണ ഇപ്പം പുള്ളിക്കാരിയുടെ അംഗമെല്ലാം ഫേസ്ബുക്കിനകത്താണ് നമ്മൾ കാണുന്നതാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ വെല്ലുവിളിക്കുന്നതൊക്കെ, ധൈര്യമുണ്ടെങ്കിൽ വാടാ ഞാൻ വീട്ടിലുണ്ടെന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ച് വരെ പോസ്റ്റ് ഇട്ടത് നമ്മൾ കണ്ടതാണ് അല്ലേ. അപ്പോൾ ഷഹനാസിനെ സംരക്ഷിക്കുന്നത് ഈ പ്രസ്ഥാനത്തിലുള്ള ആളുകൾ ഉൾപ്പെടെ മുതിർന്ന കുറച്ച് നേതാക്കന്മാരുണ്ട്. അവരിൽ ആരൊക്കെയോ ചേർന്നിട്ടാണെന്ന് ഇതിലൂടെ നമുക്ക് വ്യക്തമാക്കാം. അതുകൊണ്ടാണ് ഇത്രയും ധൈര്യം പുള്ളിക്കാരി ഇപ്പോൾ ഫേസ്ബുക്കിലാണ് പോസ്റ്റ് ഇടുന്നത്. ഇപ്പം ആരെങ്കിലും പുള്ളിക്കാരിയെ പറ്റിയിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പുള്ളിക്കാരിയുടെ ഈ ഉടായ്പകളൊക്കെ പുറത്തു വന്നു കഴിഞ്ഞാൽ ഉടനെ അംഗം ഫേസ്ബുക്കിൽ കുറിച്ചങ്ങോട്ട് പോസ്റ്റ് ഇടുവാണ്. ഇപ്പോൾ റീസെൻ്റായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പോസ്റ്റ് ഇട്ടേക്കുന്ന ഒരു വെല്ലുവിളിയൊക്കെ നടത്തിക്കുന്നുണ്ടായിരുന്നു.
ധൈര്യമുണ്ടെങ്കിൽ ഞാൻ കോഴിക്കോട് എൻ്റെ വീട്ടിലുണ്ട്, ധൈര്യമുണ്ടെങ്കിൽ വാടാ എന്നൊക്കെ പറഞ്ഞിട്ട് വെല്ലുവിളിച്ചൊരു പോസ്റ്റൊക്കെയാണ് ഇട്ടേക്കുന്നത്. അപ്പം അറിയാം പുള്ളിക്കാരിയെ സംരക്ഷിക്കാൻ ഈ പ്രസ്ഥാനത്തിലും ആരൊക്കെയോ ഉണ്ടെന്ന്. ആ ഒരു വിശ്വാസമാണ് പുള്ളിക്കാരിയെ ഈ ഒരു അഹങ്കാരിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടെന്താ ഇപ്പം ഉപ്പൂട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ കാര്യങ്ങളും വെളി വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്ന ആളുകളെല്ലാം, രാഹുൽ മാങ്കൂട്ടം ശക്തനായിട്ട് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന, പാലക്കാടിൻ്റെ മണ്ണിലേക്ക് തന്നെ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെല്ലാം വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത്, പിന്നെ എല്ലാവരും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഇനി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് രാഹുൽ മാങ്കൂട്ടവുമായിട്ടുള്ള വിഷയങ്ങളിൽ.